അയാൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. മറ്റേ 7-8 തവണ സ്കാൻ ചെയ്തിട്ട് ആ സ്കാനിങ്ങിലൊക്കെ ഉണ്ടായിട്ടും പലവട്ടവും ചോദിച്ചിട്ടും കുട്ടിക്ക് അസുഖമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞെന്നാണ് പറയുന്നത്. സ്കാനിങ്ങുകാരിപ്പം കുറ്റപ്പെടുത്തുന്നത് ഡോക്ടർമാരെയാണ്, ഡോക്ടർമാർ കുറ്റപ്പെടുത്തുന്നത് സ്കാനിങ് റിപ്പോർട്ടാണ്. പക്ഷേ ആത്യന്തികമായിട്ട് എന്താ ഉണ്ടായിരിക്കുന്നത്? ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ ഏക ആശയോടുകൂടി ഉണ്ടായൊരു കുട്ടിക്ക് സത്യത്തിൽ കുട്ടിക്ക് കണ്ണിന് തുറക്കാൻ പറ്റുന്നില്ല, വായ തുറക്കാൻ പറ്റുന്നില്ല, ജനനേന്ദ്രിയത്തിന് തകരാറ്, നേരെ കിടക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിൽ കുട്ടി പിറക്കുന്ന അവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്ന സാഹചര്യമാണ്. ഇനി ആ കുട്ടിയെ ചികിത്സിപ്പിക്കുക എന്ന് പറയുന്നത് ആ കുടുംബത്തിന് എങ്ങനെ താങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് നിരന്തരമായിട്ട് ഇത്തരം ചികിത്സാ പിഴവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഗൗരവതരമായിട്ടുള്ള അന്വേഷണം, പതിവ് അന്വേഷണ രീതി മാറ്റി ഗൗരവതരമായ അന്വേഷണം ഇക്കാര്യത്തിലുണ്ടാകണം. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഈ കുടുംബത്തിൻ്റെ തുടർ ചികിത്സ മൊത്തം ഗവൺമെൻറ് ഏറ്റെടുക്കണം. മുഖ്യമന്ത്രിക്ക് ഇപ്പം ഞാൻ കത്ത് എഴുതിയിട്ടുണ്ട്, അതുപോലെ ആരോഗ്യമന്ത്രിക്ക് എഴുതിയിട്ടുണ്ട്. മുഴുവൻ ചികിത്സയും സർക്കാർ ഏറ്റെടുക്കണം. കാരണം അവരുടെ പിഴവല്ല അത്. കുടുംബം വളരെ കൃത്യമായിട്ട് ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് രണ്ടും സർക്കാർ ആശുപത്രിയാണ്, WNC ആശുപത്രിയും മെഡിക്കൽ കോളേജും. ആ 2 സർക്കാർ ആശുപത്രികളിലെ ചികിത്സയാണ് അവർ തേടിയത്. അവർ വളരെ റെഗുലറായിട്ട് ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് ഇങ്ങനെ ഒന്നും വിവരം കൊടുക്കാതെ ഇപ്പോൾ ഈ ഒരു ദുരന്തം ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനുള്ളതാണ്, സർക്കാരിന് ഞാൻ പറയുന്ന സംവിധാനത്തിനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൃത്യമായിട്ടും ആ കുടുംബത്തിൻ്റെ ചികിത്സാ ചിലവ് ഏറ്റെടുക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.